ശർക്കരയും പഞ്ചസാരയും ചേർക്കാതെ ഈത്തപ്പഴമെല്ലാം ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ അരി ഉണ്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 6 ഈത്തപ്പഴം മാത്രമേ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/2 കപ്പ് അരി എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 6 ചെറിയ ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ ഈത്തപ്പഴമാണെങ്കിൽ 4 എണ്ണം മതിയാകും. 6 അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് കപ്പലണ്ടി ആയാലും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 3 ടേബിൾ സ്പൂൺ തേങ്ങ. ഒരു പാൻ വെച്ച് നന്നായി ചൂടാകുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച അരി ചേർത്ത് കൊടുക്കാം. 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അരിയിൽ നിന്ന് വെള്ളമെല്ലാം മാറി അരി ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വരും. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അരി നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ പൊട്ടി വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അരിയെല്ലാം ഇപ്പോൾ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാട് നൈസ് പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട, ചെറിയ തരിയോട് കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ അരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈ കൊണ്ട് തൊടുമ്പോൾ ചെറുതായിട്ട് തരി ഉണ്ടാവണം. ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ആ സെയിം ജാറിൽ ഈത്തപ്പഴവും തേങ്ങയും അണ്ടിപ്പരിപ്പും ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ക്രീമി ആയിട്ട് അരച്ചെടുക്കേണ്ട, ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നമുക്കിത് അരിയിലേക്ക് ചേർക്കാം. എടുത്ത് വെച്ച് ഏലക്കായുടെ പൗഡർ ചേർത്ത് കൊടുക്കാം. ആദ്യം കൈ ഉപയോഗിച്ചൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കണം. നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണുള്ളത്. ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് 6 ഈത്തപ്പഴത്തിന് പകരം 8 ഈത്തപ്പഴമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നന്നായി കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ മിക്സ് എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ ബോൾ ഷേപ്പിലോ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു അളവ് വെച്ച് നമുക്ക് 6 അരി ഉണ്ട ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാനും സാധിക്കും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കിതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് എല്ലാം വിടുമ്പോൾ മിസ്സാവാതെ വേഗം തന്നെ കാണാൻ സാധിക്കും.